ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു എന്താ പറയുക, എനിക്കൊന്നും പറയാൻ കിട്ടണില്ല ശരിക്ക്. അതെന്താണെന്ന് എനിക്കറിയില്ല, സങ്കടം കൊണ്ടാണോ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ട് ശരിക്ക്. അപ്പം നാളെ മെറു പോവാണ്. നാളെ 28 എനിക്ക് എക്സാമാണ്. അപ്പോൾ നാളെ മെറു ഞാൻ വന്നിട്ട് പോകുന്നതാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് 29th or 30th വൈശും പ്രീമിയം പോകും. അപ്പോൾ അവർ മാംഗ്ലൂരിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് പോവാണ്. അപ്പോൾ ഞാനൊരു ഫെയർവെൽ പോലെ കൊടുക്കാൻ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എനിക്കറിയില്ല ഇങ്ങനെ ചെയ്യണമെന്നൊന്നും. പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഓക്കെ, അങ്ങനെ നോക്കാം. ഞാനിങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഗൈസ്, ഇവർ ഏത് നേരവും ഹോളിലും റൂമിലും ഒക്കെ ആയിരിക്കും. മെറു ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞങ്ങളുടെ റൂമിൽ കിടന്നുറങ്ങാം. അപ്പുറത്ത് വേറെ ഒരു കുട്ടിയുമുണ്ട്. അപ്പം എനിക്ക് എവിടെ ചെയ്യുമെന്ന് അറിയില്ല. ഹാളിൽ ചെയ്യാൻ പറ്റില്ല, കാരണം ഇവർ ഹാളിൽ ഇടയ്ക്കിടയ്ക്ക് വരും. പക്ഷെ ഞാൻ എന്തായാലും ചെയ്യണം. എപ്പോൾ ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് വ്ലോഗായിരിക്കും. ഞാനിങ്ങനെ ഞാനിങ്ങനെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് എടുക്കുമെങ്കിലും അത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പല്ല, ഒരു പേജുണ്ട് ഇൻസ്റ്റ. അതിലിടുമെങ്കിലും നമ്മൾ വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ പോണ ആ സാധനമായിരിക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ കളിയൊക്കെ പറയുമായിരിക്കും. പക്ഷെ ശരിക്കും ഞാൻ വിചാരിച്ചിട്ടുണ്ടായി. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോ. അപ്പം മെറു ഇപ്പോൾ പുറത്ത് പോയിക്കാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം മെറു വന്നിട്ട് മെറു റൂമിൽ കയറുമ്പോൾ എനിക്കറിയില്ല, ഞാൻ മിക്കവാറും ഇവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം റൂമിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും, ഞാൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാൻ ഒരു കാര്യമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഞാൻ പറയേണ്ടി വരും, അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാനൊരു വീഡിയോ എഡിറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ കാണിക്കണം. അപ്പോൾ എനിക്ക് അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടായാലും, ആരും ഉണ്ടാവില്ല, ആരും വരില്ല, എന്നാലും നമ്മുടെ റൂമിൽ ആ മെമ്മറി, റൂമിലത്തെ മെമ്മറി അതിൽ കൊടുക്കണ ഒരു ഇത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെന്താ എനിക്ക് പറയാൻ കിട്ടണം. ഞാനിപ്പോൾ ഒരു കേക്ക് വാങ്ങി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് അപ്പുറത്തെ റൂമിൽ. പിന്നെ പോളറോയിഡ്സ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഒട്ടിക്കണമെന്ന് പോലും എനിക്കറിയില്ല, എങ്ങനെ അത് ഹാങ് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കുറേ പ്ലേസ് ഇങ്ങനെ നോക്കി, പക്ഷേ പ്ലേസ് രസമില്ല, ഫോട്ടോ എടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഭംഗിയുള്ളിടത്ത് ഒട്ടിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ അപ്പം എനിക്കറിയില്ല ഞാൻ ചെയ്യണത് അങ്ങനെ ഭയങ്കര സംഭവം ഒന്നല്ല. പക്ഷേ എനിക്കൊരു ഭയങ്കര സംഭവം, അവർക്കും ഭയങ്കര സംഭവമായിരിക്കും. അത് മതി എനിക്ക്, വേറെ ആരും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എന്തായാലും ഒരു ചെറിയ സംഭവം ചെയ്താൽ അവർക്കത് ഭയങ്കര സംഭവമായിരിക്കും. അങ്ങനെയാണ് അവർ. അതുകൊണ്ട് അപ്പം അത്രക്കുള്ളൂ. അപ്പം ഞാൻ കാണിച്ചത്, ഞാൻ ഓരോന്ന് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് എടുക്കണം. മീൻസ് ഞാൻ ഓരോന്ന് വാങ്ങിച്ചപ്പോഴും കേക്ക് വാങ്ങിച്ചപ്പോഴും കട്ട് ചെയ്തപ്പോഴും ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഒരാളോ, അപ്പം എനിക്കറിയില്ല എങ്ങനെ എടുക്കണം, എല്ലാം കൂടി എടുക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാം കൂടി ഒരാളും ഇതൊക്കെ ചെയ്യണ്ടേ. അപ്പം ഞാൻ എടുത്തില്ല ഒന്നും. അപ്പം ഞാൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്തായാലും കാണിക്കും. അപ്പം അത്രക്കുള്ളൂ. അപ്പം ശരി, പിന്നെ കാണാതല്ല, എന്താണ് ചെയ്തിട്ട് കാണിച്ചാൽ ഓക്കെ. പിന്നെ എനിക്ക് വിഷമമുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഫ്രെയിമൊക്കെ കൊണ്ടു തന്നെ. അപ്പം എനിക്ക് വിഷമമൊക്കെ ആയി. പക്ഷേ എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യണില്ല. ചിലപ്പോൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷേ ആ ഫ്രെയിം തന്നപ്പോഴും ഞാൻ ഭയങ്കര എക്സ്പ്രസീവ് ഒന്നുമല്ല. ഞാൻ ഇങ്ങനെ ഓക്കെ തന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞോളൂ. പക്ഷെ അത് അവർക്ക് അറിയാം അങ്ങനെ ഭയങ്കര എക്സ്പ്രഷനൊന്നും ഇല്ല. അത് എന്നെ മനസ്സിലാക്കണ്ടല്ലോ, അതന്നെ വലിയ കാര്യം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. നമ്മളെ ഒരാൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റുന്ന സ്ഥലം ആണല്ലോ നമുക്ക്
എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എപ്പോഴും ഓർത്തിരിക്കുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ബെസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ് എന്നൊക്കെ പറയാം. ശരിക്കും ഞാൻ വെറുതെ പറഞ്ഞല്ല, ഞാൻ എന്തോ ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓക്കെ ആവും. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ കുറേ കാര്യങ്ങളിങ്ങനെ വിഷമമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ബാംഗ്ലൂർ വരുമ്പോൾ ഞാൻ ഓക്കെ ആവലുണ്ട്. അത് ഇവരുള്ളതുകൊണ്ടാവാം ഞാനിങ്ങനെയൊക്കെ ഓക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പോൾ എനിക്കിവർ ഭയങ്കര സ്പെഷ്യലാണ്. ഫൈനലി ഞാൻ പ്ലാൻ ചെയ്ത പോലെ എന്തൊക്കെയോ നടക്കുമായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ അപ്പുറത്തെ റൂമിലാണ്, ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ജോസിനെ പറഞ്ഞു ഇവിടെ ചെയ്തോളാം. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ട് കാണിച്ചത്. ഇതൊക്കെ ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇതാണ് നമ്മുടെ ഫൈനൽ സംഭവം. കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഗൈസ്. കണ്ടോ? അപ്പം ഞാൻ ഇത്രയൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ അവർ വിളിക്കും കൈയൊക്കെ വരയ്ക്കുന്നുണ്ടാവും. വൈശിപ്പം എന്തോ വാങ്ങാൻ പോയിക്കാം. അത് കഴിഞ്ഞ് വന്നിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് അയക്കും. അപ്പം ഞാൻ പറയും ഈ റൂമിലോട്ട് വരാം. അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. എനിക്കറിയില്ല ഇനി എന്താവും. നമ്മളിൽ ഫെയറി ലൈറ്റ് ഉണ്ടായിരുന്നു, അത് കാണില്ല. ഞാൻ അതിന് വേണ്ടിയാണ് ആ ഫെയറി ലൈറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റൂമിൽ തന്നെ ചെയ്യാമെന്ന് വെച്ചത്. അല്ലെങ്കിൽ ടെറസിൽ വല്ലതും ചെയ്താൽ മതിയത്. ഇപ്പം അത് കാണില്ല. എനിക്ക് ഭ്രാന്തായി. ലാസ്റ്റ് ഞാൻ ഇതിൽ അവസാനിപ്പിച്ചു. മുഖമൊന്നും കഴിക്കല്ലേ, വേഗം ആവുന്നു. മതി വാ. എന്നെ ഞാനും വിടട്ടെ, കുറച്ച് എനിക്കുണ്ടാ. ഞാനിപ്പോ അവരോട് പറഞ്ഞു കഴിഞ്ഞു എന്റെ വ്ളോഗുണ്ടേ. അപ്പൊ എന്താണ് ഇവര് പക്ഷേ ഫെയറി ലൈറ്റ് ആവല്ലേ, അതിന് വേണ്ടി ഞാൻ ഇല്ല. ഞാൻ ഒന്ന് വാ. ഫെയർവെല് എന്ത് ചെത്ത് മതിയാക്കൊന്ന് മതി. ഞാൻ കൊറേ നേരായി നിക്കണ. മതി വാ. അല്ല വേണ്ട. ഞാൻ പോട്ടെ. ഗൈസ് വരുന്നുണ്ട്. അയ്യോ അയ്യോ അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യം.
കോമഡി കൊടുക്കും. ഇനി ഞങ്ങൾക്ക് തോന്നും അമറിന് പോയി വാങ്ങ അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എന്താണ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷെ തരാൻ വേണ്ടി ഇനി അവരോട് സംസാരിക്കണം നമുക്ക് ബാക്കി പറഞ്ഞത് കരഞ്ഞൊന്നുമില്ല കേട്ടോ. അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് എല്ലാം നല്ല സെറ്റായിരുന്നു. ഞാനാലോചിക്ക് മോനെ മുന്നേ റീഹാനൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന്. തടങ്കലായി സദാ നാമിതേകരായി അടങ്ങിടാൻ ലോകമേ അപൂർവ ജീവി പോലെ ഞങ്ങളെ തറഞ്ഞു നോക്കയോ കരഞ്ഞു ഗൈസ് എനിക്ക് ഇവര് തന്ന ഗിഫ്റ്റ് ആണ്. ഞാൻ കരഞ്ഞൊന്നുമില്ല. എക്സ്പെക്ട് ചെയ്തൊന്നും നടന്നില്ല ഇവിടെ. വയസ്സിനറിയാലോ ഞാൻ കരയൂലെന്ന്. അടുപ്പിക്കും കരയൂല. പറഞ്ഞു കണ്ണിത്തിരി നിറഞ്ഞ് അങ്ങനെയല്ല. വിഷമുണ്ടോ ഞങ്ങൾ പോണേ? മറക്കുവാ വിഷമൊക്കെ ഉണ്ട്. ഇത് പിടിച്ചിട്ട് അല്ല വിഷമൊക്കെ ഉണ്ട് പക്ഷെ കാര്യമില്ലായിരിക്കും അല്ലേ?